അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇപ്പോൾ കിളിമാനൂർ അടയമൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രം ഒരു ആമ്പൽക്കുളമൊക്കെ ഉള്ളൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മളെ യാത്ര. അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ കടക്കൽ പള്ളിമുക്കിലേക്കുള്ള റോഡാണ് കേട്ടോ. ഇത് നേരെ കിളിമാനൂർ. ഇപ്പം അവിടെ റോഡ് പണി കിടക്കുകൊണ്ട് ഇവിടെ അടച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്കിങ്ങനെ പയ്യനാട് ശ്രീ ആയിരവല്ലി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിൻ്റെ ഒരു ആർച്ച് കാണാം. ഇതുവഴി മുമ്പോട്ടാണ് നമുക്ക് പോയേണ്ടത്. അപ്പം നമ്മളങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് ഈ ആർച്ചിൻ്റെ അതുവഴി അങ്ങോട്ട് പോകുന്നു കേട്ടോ. ഇവിടെ നമുക്ക് ചുറ്റിനും ഇങ്ങനെ ഈ നെൽപ്പാടങ്ങളും ഈ പയർ വർഗ്ഗങ്ങളൊക്കെ നട്ടിരിക്കുന്ന കാണാം. പയറുകളൊക്കെ വള്ളിപ്പയർ. അപ്പം നമ്മളവിടുന്ന് വണ്ടി എടുത്ത് മുമ്പോട്ട് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ മരിച്ചീനിയൊക്കെ നട്ടിരിക്കുന്നതാണ്. മരിച്ചീനിയൊക്കെ നട്ടിട്ടുണ്ട്. അവിടെ പയറൊക്കെ നട്ടിരിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി ഒന്ന് വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. കണ്ടില്ലേ, കാണാൻ അടിപൊളിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇവിടെ. നമുക്ക് ഇതൊക്കെ നോക്കുമ്പോഴേ അപ്പോൾ ഈ മൊത്തത്തിൽ ഈ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പണ്ടത്തെ ഒരു 80 കാലഘട്ടങ്ങളിലെ നമ്മളെ നാട്ടിൻപുറം ഉണ്ടല്ലേ, അതുപോലെ തോന്നും. അത്രയ്ക്ക് നല്ലൊരു സ്ഥലമാണ്. എങ്ങും നമുക്ക് ഈ വാഴ തോട്ടങ്ങളും ഒക്കെ കാണാം. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ ഇങ്ങോട്ട് കുറച്ച് കടകളൊക്കെ കാണാറുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ മരിച്ചീനികളൊക്കെ നട്ടിരിക്കുന്നതാണ്. അപ്പം നമ്മളങ്ങനെ ഫൈനലി നമ്മളങ്ങനെ ആ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി കേട്ടോ. ഇവിടേക്കുമ്പോൾ അടിപൊളിയാണ് കാണാൻ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് പയ്യനാട് മീൻകുളത്ത് ആയിരവല്ലി ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. 2-3 ദിവസം കൊണ്ട് ഇതുവഴി കടന്നു പോയായിരുന്നു. അപ്പോൾ ഇതുവഴി പോയപ്പോൾ ഇങ്ങനെ ഒരു അടിപൊളി ഒരു സ്ഥലം കണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടെ വണ്ടി നിർത്തിയത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ വയൽപ്പാടത്തിൻ്റെ അവിടെ ഇങ്ങനെ തൊട്ടപ്പുറത്തായി നമുക്ക് ആമ്പൽക്കുളവും കാണാം. ആമ്പലല്ല, താമരയൊക്കെ ഉണ്ട്. താമരക്കുളം ഇങ്ങനെ കാണാം. അപ്പോൾ ഇവിടെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ അതുവഴിയാണ് നമ്മൾ വന്നത്. അപ്പോൾ ഈ റോഡ് ചെന്ന് കയറുന്നത് നമുക്ക് നമ്മളെ ഈ കിളിമാനൂർ ചെന്ന് കയറുന്ന റോഡാണ്. അപ്പോൾ ഇവിടെ ഈ അടയമൺ ഈ പയ്യനാട് അങ്ങനെ പോണ ഈ റോഡ് ചെന്ന് കയറുന്ന നമ്മളെ ഈ കിളിമാനൂരോട്ട് പോകുന്ന ഭാഗത്തേക്കാണ്. ഇവിടെ ഇങ്ങനെ ചുറ്റിനും ഇങ്ങനെ ഈ താമര കാണാം. താമര പിന്നെ ആമ്പൽ ഒക്കെ കാണാം. അപ്പം ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ, അടിപൊളിയാണ്. 2 ദിവസം മുമ്പ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ താമരയൊക്കെ പൂത്ത് നിൽപ്പുണ്ടായിരുന്നു. ഇപ്പം താമരയൊക്കെ കുറവാണ് കേട്ടോ. കൂടുതലും ഈ ആമ്പൽ ഒക്കെയാണ് നിൽക്കുന്നത്. അപ്പം ഇവിടെ ആമ്പൽ കുറവാണ്. ഇപ്പുറത്ത് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ നെല്ല് നട്ടിരിക്കുന്നതാണ്. നെല്ല് നട്ട് കണ്ടില്ലേ. അപ്പോൾ കാണാനൊരു പ്രത്യേക ഒരു ഭംഗിയാണ്. അപ്പം മുമ്പോട്ട് നമുക്ക് നടന്നു വരുമ്പോൾ ഇവിടെ ഈ ക്ഷേത്രമൊക്കെ കാണാം. കണ്ടില്ലേ, ക്ഷേത്രം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പയ്യനാട് മീൻകുളത്ത് ശ്രീ ആയിരവല്ലി ക്ഷേത്രം. നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ വയ്ക്കുമ്പോൾ ഇങ്ങനെ വൃത്തിയായിട്ട് നമുക്ക് ഇങ്ങനെ ആമ്പൽപ്പൂ ഇങ്ങനെ അതായത് വെള്ള കളറൊക്കെ ഉള്ള ആമ്പൽപ്പൂ പൂത്തിക്കുന്നതാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് കൂടുതൽ നമുക്ക് ഇതിൻ്റെ ഇല കാണുന്നത് മൊത്തം ഈ താമരയുടെ ഇലയാണ്. പക്ഷെ താമര പൂ കുറവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ക്ഷേത്രം. അപ്പം ഇവിടെ നടയൊക്കെ നേരത്തെ അടച്ചു, കാരണം രാവിലെ അടയ്ക്കൂല. ഇപ്പം തന്നെ ഒരു 12-1 മണിയൊക്കെ ആവാറായി. അപ്പം ഞാൻ ഇപ്പം ഇവിടെ വന്ന് താമസിച്ചു പോയി ഒരുപാട്. അപ്പം ഇതാണ് ഈ ക്ഷേത്രം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ എടുത്ത വീഡിയോ ഒക്കെ ഉണ്ട്, താമര പൂവിൻ്റെയൊക്കെ വീഡിയോ. അപ്പം അത് ഞാൻ വീഡിയോ ഫോട്ടോ വയ്ക്കാം. അപ്പം ഞാൻ അത് ഈ വീഡിയോയ്ക്ക് കൊടുത്തേക്കാം. അത് കുറച്ചുകൂടെ വൈകുന്നേരം ആയതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇതൊരു കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.